ഏത് ഇലക്ഷൻ വന്നാലും പെൻഷനാണ് ചർച്ച. ഇപ്പൊ ചർച്ചയും വിവാദമൊക്കെ പിന്നെയും വരുന്നുണ്ട്. നിയമസഭക്കകത്തും പുറത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ പറ്റി പറഞ്ഞു. എന്നാലും ഒരു 10 ചോദ്യം വേഗം ചോദിച്ചോട്ടെ. കേരളത്തിൽ ആദ്യം പെൻഷൻ പ്രഖ്യാപിച്ചു കൊടുക്കാൻ തുടങ്ങിയത് ഏത് ഗവൺമെന്റ് ആവശ്യം? ആർ ശങ്കർ ഗവൺമെന്റ് ആണ്. ആർ ശങ്കർ ധനകാര്യമന്ത്രി കൂടിയായിരുന്നു, മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഈ 80 മുതലാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒരു കാര്യമില്ല. 80 മുതലല്ല, ആർ ശങ്കറാണ് കേരളത്തിൽ ആദ്യമായിട്ട് സാമൂഹ്യ പെൻഷൻ കൊടുത്തത്. 80 മുതലാണെന്ന് പറഞ്ഞത് കളവാണ്. UDF ഗവൺമെന്റ് ഒരു പെൻഷനും കൂട്ടിയിട്ടില്ല എന്ന് ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ സംശയം, 300-400 ആക്കിയ ഗവൺമെന്റ് ഏതാ? 300-400 ആക്കിയത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആണ്. 400-500 ആക്കിയ ഗവൺമെന്റ് ഏതാ? അതും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. 500-600 ആക്കിയ ഗവൺമെന്റ് ഏതാ? അത് ഉമ്മൻചാണ്ടിയുടെ. അങ്ങനെയാണെങ്കിൽ 75 വയസ്സ് കഴിഞ്ഞവർക്കും 80% ഡിസബിലിറ്റി ഉള്ളവർക്കും 400 ഉണ്ടായിരുന്നതിന് ഒറ്റയടിക്ക് 900 ആക്കിയ ഗവൺമെന്റ് ഏതാ? അതും ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. 900-1100 ആക്കിയത് ഏത് ഗവൺമെന്റ്? അതും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്. 1100-1200 ആക്കിയത് ഏത് ഗവൺമെന്റ്? അതും ഉമ്മൻചാണ്ടി. ഇറങ്ങി പോകുമ്പോൾ 1500 ആക്കുമെന്ന് പ്രഖ്യാപിച്ച ഗവൺമെന്റ് ഏതാ? അത് ഈ 1200 വരെ കൊടുത്തതാണ്. 1500 ആയിട്ട് പ്രഖ്യാപിച്ചു. അത് അവസാനത്തെ ബഡ്ജറ്റ്. അതുപോലെ രേഖയുണ്ടോ കയ്യിൽ? ഞാനത് മുമ്പിപ്പം ഞാൻ 1200 എന്ന് ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞതിനെ വ്യാപകമായിട്ട് വലിയ തോതിൽ കളിയാക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ സ്നേഹിതന്മാര്. എന്റെ കയ്യിലുള്ളത് 13/2/2024 H. സലാം MLA-ക്ക് KN ബാലഗോപാൽ നിയമസഭയിൽ കൊടുത്ത മറുപടിയാണ്. അതിലിങ്ങനെ ചാർട്ട് വരച്ചിട്ടിട്ടുണ്ട്. ഷാഫിക്ക് കാണാലോ. 75 വയസ്സിന് മുകളിൽ 1500, 75 വയസ്സ് വരെ 600, 80% അതിനു മുകളിൽ 1200. ഇതിനകത്തെ പേരിൽ പറയുന്നുണ്ട് 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് 1200. ഇങ്ങനെ ഓരോ ഘട്ടത്തില് പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ മറുപടിയാണിത്. രേഖ എടുക്കാൻ താല്പര്യമുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി ഇതിന്റെ ഡീറ്റെയിൽ കിട്ടുമോ? LSGDയുടെ വെബ്സൈറ്റിൽ പെൻഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് നോക്കിയാൽ LSGD വെബ്സൈറ്റിൽ ഇങ്ങനെ ഓരോ വർഷവും കൂട്ടിയതിന്റെ പെൻഷൻ ഹിസ്റ്ററി ഇപ്പോഴും കിടപ്പുണ്ട്. ഇപ്പോഴും ആർക്ക് വേണമെങ്കിൽ എടുത്ത് നോക്കാം. അപ്പൊ ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നതിന്റെ മുമ്പ് എത്ര പേർക്ക് പെൻഷൻ കൊടുത്തിരുന്ന കേരളത്തിൽ? ഞാനായിട്ട് ഇനിയൊന്നും പറയുന്നില്ല കേട്ടോ. അതും ബാലഗോപാൽ അദ്ദേഹം തന്നെ പറയട്ടെ. അദ്ദേഹം എനിക്ക് തന്ന മറുപടിയുണ്ട് 8/6/2021. അദ്ദേഹം പറയുന്നത് 2011 വരെ പെൻഷൻ കിട്ടിയിരുന്നത് 16,23,401 ധനമന്ത്രിയുടെ നിയമസഭയിലെ മറുപടി. ഇനി 2011-16 സർക്കാർ അധികാരമൊഴിയുമ്പോൾ 34,43,414 പേർക്കുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഭരണം അവസാനിപ്പിക്കുമ്പോൾ ഈ 16 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തിരുന്നത് എത്ര പേർക്ക് പെൻഷനാക്കി? അത് 34,43,414 പേർക്കാണ്. 16-ൽ നിന്ന് 34. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് കൂടാതെ ഏതാണ്ട് 8 ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമനിധി പെൻഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 42 ലക്ഷത്തിലധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു 5 വർഷം കൊണ്ട്. അപ്പൊ 16 ലക്ഷത്തിൽ നിന്നും 34 ലക്ഷമായി 5 വർഷം കൊണ്ട് മാറ്റിയിട്ടുണ്ട്. അതെ. അപ്പൊ ഇനി ഒരു പ്രധാനപ്പെട്ട സംശയം ആവർത്തിച്ച് പ്രചരിപ്പിക്കപ്പെടുന്നതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഉത്തരം കൂടെ പ്രതീക്ഷിച്ച് ചോദിക്കുക. ഈ 18 മാസം കുടിശ്ശികയാക്കിയവരെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രചരണം സോഷ്യൽ മീഡിയയിലും ചില ആളുകളൊക്കെ ചാനലിലും ഒക്കെ വന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിന്റെ യാഥാർത്ഥ്യം എന്താ? അതിന്റെ യാഥാർത്ഥ്യം ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നമ്മൾ പറയുന്നത് വിശ്വസിക്കേണ്ട, ഇവരാരെങ്കിലും പറഞ്ഞ മറുപടികളോ രേഖകളോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് പറഞ്ഞു. അത് തോമസ് ഐസക്കിന്റെ തന്നെ നമ്മുടെ M. സ്വരാജിന് കൊടുത്ത മറുപടി ഉണ്ട് 26/4/2017. അന്നത്തെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം തൃപ്പൂണിത്തുറ MLA ആയിരുന്നു. അത് പ്രകാരമാണെങ്കിൽ പിന്നെ 3 മാസത്തെ കുടിശ്ശികയാണുള്ളത്. അതായത് ഇത് നിയമസഭ ഉത്തരവാണ്. അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തെ കുടിശ്ശിക ഇനത്തിൽ ഇവർ കൊടുത്തിരിക്കുന്നത് 1389 കോടി രൂപയാണെന്നാണ്. ഷാഫിക്ക് അറിയാലോ, 18 മാസത്തെ കുടിശ്ശികയാണെങ്കിൽ 4500-5000 കോടി രൂപ വേണ്ടിവരുമായിരുന്നു. ആ സ്ഥാനത്ത് ഇവർ 1389 കോടി ഇവര് പോലും പറയുന്നത് കുടിശ്ശികയായി കൊടുത്തുള്ളൂ. ഇനി പോട്ടെ, ഇത് അദ്ദേഹത്തിന്റെ 2016-2017 ബഡ്ജറ്റാണ്, പുതുക്കിയ ബഡ്ജറ്റ്. അതിൽ അദ്ദേഹം പറഞ്ഞത് പിന്നെ 1000-നടുത്ത് കോടി രൂപയാണ്. പിന്നെ KM മാണിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായ സമയത്ത് നിയമസഭ തല്ലിപ്പൊളിച്ച ഈ ആളുകള് 18 മാസം കുടിശ്ശിക ഉണ്ടായിട്ട് പോലും ഒരു അടിയന്തര പ്രമേയം പോലും അവതരിപ്പിച്ചില്ല എന്ന് പറഞ്ഞാല് ആരെങ്കിലും വിശ്വസിക്കും? അത് തന്നെ വളരെ വ്യക്തമാണ്. 18 മാസം കേരളത്തിൽ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നെങ്കിൽ നിയമസഭയിൽ എത്രയോ നിയമസഭാ സമ്മേളനങ്ങൾ ആ കാലയളവിൽ നടന്നിട്ടുണ്ടാവും. കുടിശ്ശികക്ക് കാരണം DBT സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തതും തെറ്റായ രേഖപ്പെടുത്തലുകൾ, ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങൾ വിതരണം ചെയ്ത് ലഭിക്കാതെ പോയതും കുടിശ്ശികക്ക് കാരണമായിരുന്നുവെന്ന് ഈ 3 മാസത്തെ കുടിശ്ശികക്ക് അതും കൂടെ കാരണമായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പൊ 18 മാസത്തെ കുടിശ്ശിക എന്ന ഈ വ്യാജ പ്രചരണം അത് പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്നില്ല. അത്
പുതുപ്പള്ളിയിലുണ്ടായിരുന്നു, പാലക്കാട് ഉണ്ടായിരുന്നു, തൃക്കാക്കരയിലുണ്ടായിരുന്നു, എല്ലാ ഇലക്ഷനും ഉണ്ടായിരുന്നു. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടി സെസ് ഏർപ്പെടുത്തിയ ഗവൺമെന്റ് ഏതാ? ഇവരാണിപ്പോ ഡീസലിനും പെട്രോളിനും 2 രൂപ വെച്ച് വാങ്ങിക്കുകയല്ല. അല്ലെങ്കിൽ തന്നെ സെഞ്ചുറി അടിച്ചതാണ് ഡീസലും പെട്രോളും. അതിനകത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപദ്രവത്തിന്റെ കൂടെ ഇവരുടെ അഡീഷണൽ ഉപദ്രവമായിട്ടാണ് ഇവരിത് ചെയ്തത്. അപ്പൊ ആ സെസ് വാങ്ങിയിട്ടും ഇപ്പോഴും കുടിശ്ശിക വന്നില്ലേ? കേരളത്തിൽ കുടിശ്ശിക വന്നില്ല. കേരളത്തിൽ 5 മാസത്തോളം ഈ ഗവൺമെന്റ് വന്നിട്ട് കുടിശ്ശിക ഉണ്ടാവുകയും കോഴിക്കോട് ചക്കിട്ടപ്പാറയില് ഷാഫിയുടെ ഇപ്പോഴത്തെ പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരാൾ ജോസഫ് എന്ന ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ് പെൻഷനെ പറ്റിയുള്ള യാഥാർത്ഥ്യങ്ങൾ. വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളല്ല യാഥാർത്ഥ്യങ്ങൾ. ഇത് രേഖകളാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. തോമസ് ഐസക് കൊടുത്ത മറുപടി, പിന്നെ തോമസ് ഐസക് അദ്ദേഹത്തിന്റെ ബജറ്റ് സ്പീച്ച്, അതുപോലെ തന്നെ KN ബാലഗോപാൽ കൊടുത്ത മറുപടി, നിയമസഭയിലെ ഉത്തരങ്ങൾ, ഇതൊക്കെയാണ് സംസാരിക്കുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. സർക്കാർ ഉത്തരവ്, വെബ്സൈറ്റിൽ നീട്ടുന്ന വിവരങ്ങൾ. അത് നിലമ്പൂരിലെ ജനങ്ങളും തിരിച്ചറിയും. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിന്റെ MLA ആയിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട.